പണ്ടൊക്കെ നെഞ്ചക്കായിരുന്നു പ്രാക്ടീസ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ ചായ അടിക്കുന്നതാണ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഓരോരോ വിധിയെന്നല്ലാതെ എന്തോ പറയാനാണ്. എല്ലാം മനസ്സിലായല്ലോ. ശാന്തപ്പൻ അവസാനം ട്രൂ കോളർ ജയിച്ചു എന്ന് പറഞ്ഞാൽ മതി. ആ പേര് ഞാൻ ട്രൂ കോളർ തന്നെ കൊടുത്തു. ഓ സത്യം പറഞ്ഞാൽ ഇപ്പൊ അധ്വാനിച്ച് ജീവിക്കുന്നതിന്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് എൻ്റെ ബിജിക്കുട്ട സാറേ. എൻ്റെ മൂത്ത മകൻ ജെറ്റിലി അറിയാലോ? അറിയാം. അവൻ എന്നോട് പറഞ്ഞു ഇനി അച്ഛൻ അങ്ങനെയുള്ള പഴയ പരിപാടിക്കൊന്നും പോകണ്ട, മനസമാധാനമായിട്ടൊരു തട്ടുകട ഇട്ട് ജീവിക്കാൻ. ഇവിടെ അടുത്തൊരു അമ്പലമുണ്ട്, ആ അമ്പലത്തിൽ ഉത്സവം നടക്കുക. അതുകൊണ്ട് ഒന്നും നോക്കിയില്ല, ഒരു തട്ടുകട അങ്ങോട്ട് ഇട്ട്. എന്തായാലും മുടിഞ്ഞ കച്ചവടമായിരിക്കും എന്നുള്ള കാര്യം ഉറപ്പാ. പല പല സ്പെഷ്യൽ സാധനം ഞാൻ ഇവിടെ ചെയ്യുന്നുണ്ട്. നെഞ്ചക്ക പൊറോട്ട, നെഞ്ചക്ക പെരട്ട്, നെഞ്ചക്ക ഉണ്ട, നെഞ്ചക്ക സുഖിയൻ. പിന്നെ ബിജിക്കുട്ടൻ ചേട്ടന് വേണ്ടി ഞാനൊരു പുതിയ തരം ഓംപ്ലേറ്റ് ഇവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിനൊരു പേര് വിട്ടു, കീല് കിട്ടൻ ഓംപ്ലേറ്റ്. വേണമെങ്കിൽ ഒരു ചായ അവിടെ കൊണ്ട് തരാം, കുടിച്ച് നോക്കിയിട്ട് പറഞ്ഞാൽ മതി. പുതിയ സംരംഭമാണേ, എല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും ഒക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ രക്ഷപ്പെടും. 3 പേർക്കും തരാനായിട്ടില്ല, ഒരാൾ കുടിച്ചാ മതി. അത് ശരിയായില്ല. അത് ശരിയായില്ല. തുടങ്ങിയതേ ഉള്ളു, അതാണ്. വേറൊന്നും വിചാരിക്കല്ലേ, ജീവിക്കാൻ വേറെ മാർഗമില്ല. ഇത് ഷബുൻ ഷാ, ഇത് കൊള്ളാട്ടാ. ഈ പരിപാടി തന്നെ കൊണ്ടുനടന്നാ മതി. അല്ല, ആരാ അങ്ങനത്തെ ഒരു പേര് വിളിച്ചേ? ഷബുൻ ഷാ അല്ലേ? ആ പേരൊക്കെ ഇപ്പൊ ആര് ഓർക്കുന്നടു? ശാന്തപ്പൻ, അത് മതി. ആരാണോ ആരാന്നോ കടയാൻ തുറന്ന് വിട്ടിട്ട് ഇങ്ങനെ നാട്ടുകാരൻ പിന്നെ കറങ്ങി നടന്നു കഴിഞ്ഞാൽ കടയിൽ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ ആരെടുത്ത് കൊടുക്കണോ? പറച്ചില് കേട്ടാത്തൊന്നും ഈ ആളിട്ടേക്കുന്ന കടയാണ്. ഇത് എന്റെ കടയാണ്, ഞാൻ പൈസ കൊടുത്താ കട ഇട്ടേക്കുന്നത്. ഇതൊക്കെ ചോദിക്കാൻ താനാരാ? തനിക്കെന്താ വേണ്ടത്? ഞാൻ പെടാപ്പാട് പട്ട അങ്ങോട്ട് വന്നേ, അറിയാമോ? തനിക്കത് വേണേ വല്ല ബംഗാളിയുടെ കടയിൽ പോയി ചോദിക്കണോ? എന്താന്നിട്ട് കാര്യം പറഞ്ഞു? പെടാപ്പാവ് വേണോന്നല്ലേ? അയ്യോ, വടാപ്പാവ് തിന്നുന്ന കാര്യമല്ലേ പറഞ്ഞത്? അറിഞ്ഞോ? അതിന് താൻ വല്ലോ പറഞ്ഞോ? എന്നെ പറയാനൊന്ന് സമ്മതിപ്പിക്കാമോ? എന്നാ പിന്നെ പറയാൻ സമ്മതിപ്പിച്ചേക്കുന്നു. അമ്പലത്തിൽ ഉത്സവത്തിന് ആന വരണ്ടെന്ന് അതാരാ പറഞ്ഞത്? ഏതവനാ പറഞ്ഞ അമ്പലത്തിൽ ഉത്സവത്തിന് ആന വരണ്ടെന്ന്? ആ പറഞ്ഞവനെ ഇങ്ങോട്ട് കൊണ്ടുപോവാ, അവന്റെ അടുത്ത് ഞാൻ ചോദിക്കും എന്തിനാ അങ്ങനെ പറഞ്ഞത്. ആന വരണ്ടെന്നല്ല പറഞ്ഞത്, പിന്നെ ആന വരണ്ടെന്നാ പറഞ്ഞത്. ആന വരണ്ടോ? എടോ, ആനയാകുമ്പോ വിരലും. ഇനി വിരലായിരിക്കണമെങ്കിൽ ഒട്ടകത്തിനെ കൊണ്ട് നിർത്തിയാൽ മതി. ഇനി ഒട്ടകത്തിനെ വിളിക്കാൻ ഉത്സവത്തിന് എഴുന്നള്ളത്തിന് കൊണ്ടുപോകാം. അത് ശരിയാ കേട്ടോ. ഈ ഒട്ടകത്തിനെ ഉത്സവത്തിന് കൊണ്ടുവന്ന ഭംഗി ഉണ്ടാവില്ല. കാരണം ഇതിന്റെ തല ഇച്ചിരിയേ ഉള്ളൂ. ഈ നെറ്റിപ്പട്ടോ എവിടെ വെക്കും? അണ്ണാൻ പൊതപ്പുടുത്ത പോലെ ആയിപ്പോവും. എടാ, ഞാൻ അതല്ല പറഞ്ഞത്, ആനയ്ക്ക് മതവളയുന്ന്. ആനക്ക് മതവളയെന്നാണോ പറഞ്ഞത്? അല്ല, ആനയ്ക്ക് വയറളയുന്നാണ് ഞാൻ പറഞ്ഞത്. ആനക്ക് മതവളയാണെങ്കിൽ പണി കിട്ടാൻ പോണേ എനിക്കാ. ആനയ്ക്ക് മതവളയാ പണി കിട്ടുന്നത് നിനക്ക് എന്തുകൊണ്ട് കുഴപ്പം? എടോ, അമ്പലത്തിൽ നല്ല തിരക്കുണ്ടെന്ന് ഉത്സവം ആയതുകൊണ്ട് ഞാൻ ഇവിടെ കൊണ്ട് തട്ടുകട ഇട്ടേക്കുവാ. ദൈവമേ, എന്റെ കാശൊക്കെ വെള്ളത്തിൽ പോകുന്ന തോന്നുന്നു. ഞാൻ എവിടോ കണ്ടിട്ടുണ്ട്. എവിടെ? അല്ല, എവിടോ നല്ല പരിചയമുണ്ട് എനിക്ക്. ഒരാളെ പോലെ 9 പേരുണ്ടാവുമെന്നാ പറയുന്നത്. അങ്ങനെ ചിലപ്പോ ഏതെങ്കിലും ഒരാളെ കണ്ടെന്നും പറഞ്ഞ് എന്നെ നമ്മൾ തമ്മിൽ പരിചയമില്ലടോ. അങ്ങനെയാണോ? അതെ. പേരെന്തോന്ന് പറഞ്ഞു? പേര് ശാന്തപ്പൻ പട്ടാമ്പി. ശാന്തപ്പൻ പട്ടാമ്പി അല്ലടോ, ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഈ ആന എങ്ങനെയാ വരേണ്ടത്? ഞാൻ ഇടഞ്ഞ എങ്ങനെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അമ്പലത്തിൽ ഉത്സവം തുടങ്ങിയ ബാലക്കാർ വന്നു. അപ്പൊ ഈ ആൾക്കാരുടെ എല്ലാ ശ്രദ്ധ ഈ ബാലയല്ല. ഈ ബാല നടന്നുകൊണ്ടിരുന്ന സമയത്ത് എവിടുന്നോ ഒരു കൊച്ചു പയ്യൻ വന്നു ആനപ്പാപ്പാനോട് ചോദിച്ചു, മാമ എനിക്കൊരു ആനവാല് തരാമോ? സ്വാഭാവികം, കൊച്ചു പയ്യനല്ലയോ. ആനക്കാരൻ ഒരു ചെറിയ വാല് പൊട്ടിച്ചം കൊടുത്തു. ഇവൻ അവിടെ കിടന്ന് ഭയങ്കര ബഹളം. എന്നോട് എന്തിനാ ചൂടാവുന്നേ? അല്ല, അവൻ കരഞ്ഞെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, അവൻ ഈ ആനവാൽ പൂടെ അല്ല വേണ്ടത്, പിന്നെ ബോംബെ പൂടെയാണ് ഈ ചെറുക്കന്. അല്ലെന്ന്, ആനയുടെ മൊത്തത്തിൽ വാലില്ലയോ, അത് മൊത്തം കണ്ടിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞ് ബഹളം ഉണ്ടാക്കി. എന്ന് വെച്ചാ ഇവൻ സൈക്കിളിലെങ്ങാണ്ട് അമ്പലത്തിൽ വന്നേന്തോ. അങ്ങനെ ആയിരിക്കും. ഇവൻ ഈ കിടന്ന് ബഹളം ഉണ്ടാക്കിയ സമയത്തോട്ടല്ലോ ആന ഇതൊന്നും അറിയാതെ നിൽക്കും. ഇവനാണ്ട് ആനപ്പാപ്പാനെ പിടിച്ച് കുലിക്കെന്നോ ചെകിട്ടത്തടിച്ചെന്നോ ഒക്കെ പറയുന്നു. ആന ഇതൊന്നും അറിയാതെ ഇങ്ങനെ ശർക്കര ഉരുട്ടി ഇങ്ങനെ തിന്നോണ്ടിരുന്ന സമയത്ത് ഈ ചെറുക്കൻ ഇത് കണ്ടു. ഇവൻ ഓടിച്ചെന്ന് ആനയുടെ വായിന്ന് ശർക്കരയും പിടിച്ചോണ്ട് ഒറ്റ ഓട്ടം. ആന ഇവനെ തുമ്പക്കായിട്ട് ഇങ്ങനെ പിടിക്കാൻ നോക്കുകയും ഈ ചെറുക്കൻ എന്തോ പരിപാടി ചെയ്തത്. ഒരു ഉറുമ്പിനെ എടുത്ത് ഈ ആനയുടെ തുമ്പക്കേക്ക് എത്തിയിട്ടു. എന്റെ പൊന്നു ഭഗവാനെ, ഈ കേറി ഉറുമ്പ് എന്തോ വിചാരിച്ചെന്നറിയില്ലോ. ഉത്സവം നടക്കില്ലയോ, അവിടെ ഏതെങ്കിലും റേഡേ കയറ്റി വിട്ടാന്ന് പറഞ്ഞ് നേരെ ഒരു ഒറ്റ പോക്ക് തുമ്പിക്കായി കത്തിക്കൂടെ. എന്നിട്ട് ഇത് ചെന്ന് ആനയുടെ ഇല്ല മത്തിക്കഷ്ണത്തിൽ ചെന്ന് എന്തോ ഒന്ന് പറഞ്ഞു. എവിടെ?
ആനയുടെ എല്ലാം മത്തകഷ്ണമില്ലയോ? മസ്തിഷ്കം എന്ന് പറയും. ആ അവിടെ തന്നെ. അവിടെ ചെന്ന് എന്തോ കണ്ണന്തിരു പറഞ്ഞു. അത് തനിക്ക് എങ്ങനെ മനസ്സിലായോ? ആന അമ്മാതിരി ചാട്ടമില്ലയോ ചാടി? അയ്യോ, ഇങ്ങനെ ചാടി ബഹളം വിളയി ആനയ്ക്ക് മതവിളയി നിൽക്കുന്ന സമയത്തുണ്ടല്ലോ, അമ്പലത്തിലെ ഉത്സവ കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഇല്ലയോ, ഒരു പഴക്കൊലവായിട്ട് ഇങ്ങനെ അതിൽ ആനയുടെ അടുത്തോട്ട് വന്നിട്ട് പറഞ്ഞു, മോനെ ഇത് കഴിക്ക് എന്ന് പറഞ്ഞ ആന പറഞ്ഞു, നിന്റെ ഒരു പഴം എനിക്ക് വേണ്ടെന്ന് പറഞ്ഞു ഇയാളെ കറക്കി പിടിച്ച ഒറ്റ ഏറ്. ഇയാൾ ചെന്ന് വീണതും വെടിപ്പുരക്ക് തീ പിടിച്ചത് ഒരുപോലായിരുന്നു. അതെങ്ങനെയാണോ? സെക്രട്ടറിനെ അല്ലെ ആന എടുത്ത് എറിഞ്ഞത്, അല്ലാതെ തീപ്പന്തോന്നും അല്ലല്ലോ വെടിക്കെട്ട് പോലെ. അല്ല, അയാളുടെ ചുണ്ടത്തൊരു വീടി ഉണ്ടായിരുന്നു. പിന്നെ പൊട്ടലും ചീട്ടലും ആൾക്കാർ അങ്ങോട്ട് ഓടുന്നു ഇങ്ങോട്ട് ഓടുന്നു, ആന അങ്ങോട്ട് ഓടി ഞാനും ഇങ്ങോട്ട് ഓടി. അതല്ല, ഇതൊക്കെ ഇത്ര കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി തനിക്ക് എങ്ങനെ മനസ്സിലായി ഇതൊക്കെ അവിടെ നടന്ന സംഭവങ്ങൾ? ഞാനല്ലയോ ഇളയ ആനയുടെ പാപ്പ, ഒന്നാം പാപ്പാൻ. എങ്ങനെ ഇരിക്കുന്നു? ആനയെ തളക്കണ്ടവൻ വന്ന് എന്നെ തളച്ചോണ്ടിരിക്കുവാണ്. പോയി ആനയെ തളക്കണോ? ആനയെ തളയ്ക്കുന്നു എന്റെ പരിപാടിയല്ല, പിന്നെ ആരുടെ പരിപാടിയാണ്? അത് സെക്കൻഡ് പാപ്പാന്റെ സെഗ്മെന്റാ. സെഗ്മെന്റ് എന്ന് വെച്ചാ ആന അവിടെ റിയാലിറ്റി ഷോ നടത്തിക്കൊണ്ടിരിക്കുവല്ലേ? എടോ, ആന ഇങ്ങോട്ടെങ്ങാനും ഓടി വന്നു കഴിഞ്ഞാൽ എന്റെ കടയെല്ലാം കൂടെ അടിച്ചു പൊളിക്കും. പോയി ആനയെ തളക്കണോ? പേടിക്കണ്ട, ഒരു കാരണവശാലും ആന ഇങ്ങോട്ട് വരത്തില്ല. എന്താ? ഞാൻ ഇങ്ങോട്ടാ വന്നെന്ന് ആന കണ്ടു, എന്നെ മുടിഞ്ഞ പേടിയാ. പോയി ആനയെ തളക്കണോ? എന്നാലും എനിക്കതല്ല, നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. തലയടിച്ച് പൊളിക്കുന്ന നിങ്ങളുടെ പേരെന്താന്ന് പറഞ്ഞേ? ശാന്തപ്പം പട്ടാമ്പി. ശാന്തപ്പം പട്ടാമ്പി. നേരത്തെ എന്തുവായിരുന്നു ജോലി? നേരത്തെ എനിക്ക് കുമ്മാട്ടിക്കളിക്കൊക്കെ ഞാൻ പോയിട്ട്. കുമ്മാട്ടിക്കളിയല്ല, ഈ ഡ്രസ്സും ഈ കുമ്മും കൂടെ എനിക്ക് എന്തോ ഡൗട്ട് ഉണ്ട്. പേരെന്തോ പറഞ്ഞേ? പേര് പറ. ശാന്തപ്പനല്ല, പേര് പറ. പേരെന്തോ പറ. എന്തൊരു കഷ്ടമാന്ന് പറ. മനുഷ്യനെ ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കത്തില്ല, സമാധാനം കിട്ടത്തില്ല. എന്തൊരു കഷ്ടമാണ്. ഓരോരുത്തന്മാര് വന്ന് കേറിക്കോ. പേരെന്തുവാ? ഷബോൻ ഷാ. പേരെന്തുവാ? ഷബോൻ ഷാ. ഉറക്കെ പറ, കേട്ടില്ല. ഷബോൻ ഷാ. എന്റെ ഭഗവാനെ, എനിക്ക് തെറ്റിയില്ല. എന്നെ ഇവിടെ കൊണ്ടുവന്ന ആരാന്നറിയോ? വിധിയാ. ചുമ്മാതല്ല, പണ്ട് ഇവളെ ഞാനൊന്ന് പ്രേമിച്ചെന്നും പറഞ്ഞ് ഞാൻ തേച്ചട്ട് പോയെന്നും പറഞ്ഞ് അന്ന് തൊട്ടേ ഇവളെനിക്ക് പണിയാൻ നടക്കുവാ. വിധിയല്ലെന്ന്, വിധി, ദൈവവിധി. ഞാൻ തിരക്കി നടന്ന ആളായത്. ഷബോൻ ഷാ, നിങ്ങളെ പോലൊരു ധീരയാന യോദ്ധാവ് ഇവിടെ ഉള്ളപ്പോ ഈ അമ്പലത്തിലെ ആന ഇടയരുതായിരുന്നു. നിങ്ങൾ ഇവിടെ ഉള്ളപ്പോ അമ്പലത്തിലെ ആളുകൾ അവിടെ ഇവിടെ ഓടി പോകരുതായിരുന്നു. നിങ്ങൾ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോ ഉത്സവം മുടങ്ങരുതായിരുന്നു. ഷബോൻ ഷാ, നിങ്ങൾക്ക് നിങ്ങളുടെ വില അറിയാൻ വയ്യാത്തോണ്ടാ. നിങ്ങൾക്കറിയാമോ, ഞങ്ങളുടെ വീടിന്റെ അടുത്തൊക്കെ കൊച്ചു പിള്ളേർ പാപ്പം ചോറ് തിന്നാതിരിക്കുമ്പോഴേ അമ്മമാരെന്തോ പറയുന്നറിയോ? ദേ ഷബോൻ ഷാ വരുന്നുണ്ട്. പിന്നെ പിള്ളേരുണ്ടല്ലോ, ഒരു പ്ലേറ്റ് ചോറിന് പകരം 2-3 പ്ലേറ്റ് ആ ചോറ് കഴിക്കുന്നു, അറിയാമോ? ഇപ്പൊ പിന്നെ ഷബോൻ ഷായുടെ പേര് പറയാറില്ല. എന്താടോ? പിള്ളേർ അമിതമായിട്ട് തിന്ന് വണ്ണം വെക്കുന്ന അമ്മമാരുടെ പരാതി. അത് പിന്നെ പോട്ട്. ഞാൻ കഴിഞ്ഞ തവണ തെച്ചിക്കോട്ട് അമ്പലത്തിൽ എന്റെ കർണനെ കൊണ്ട് എഴുന്നള്ളത്തിന് പോയി. കർണൻ ഇടഞ്ഞു. ആന അടഞ്ഞു കഴിഞ്ഞപ്പോ അവിടുത്തെ ഉത്സവ കമ്മിറ്റിക്കാരെല്ലാം കൂടെ കൂടിയിട്ട് പോലീസിനെ വട്ടാളത്തിനെ വിളിച്ചു. എന്തിനാണെന്നറിയാമോ? എന്റെ കർണനെ മയക്കുവെടി വെക്കാൻ. എന്റെ കർണന് മയക്കുവെടി കൊണ്ടുവന്നത് എനിക്ക് ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഇളകിച്ചാടി നടന്ന കർണന്റെ ചെവി തന്ന് ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, ഷബോൻ ഷാ. ആന അവിടെ നിന്ന് പ്രതിമ. അങ്ങനെ ആനയ്ക്ക് പോലും പേടിയുള്ള ഈ മനുഷ്യൻ ഇവിടെ ഇങ്ങനെ നിന്നാൽ, ഷബോൻ ഷാ നിങ്ങൾ വരണം. ഈ മുടങ്ങിയ ഉത്സവം നിങ്ങൾ നടത്തണം. ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഭക്തജനങ്ങളുടെ കണ്ണീര് നിങ്ങൾ ഒപ്പണം. ഷബോൻ ഷാ, ഷബോൻ ഷാ. കഴിഞ്ഞോടോ? ആയിരക്കണക്കിന് ഭക്തജനങ്ങളുടെ കണ്ണീരൊപ്പാനെ ഞാൻ ടിഷ്യൂ പേപ്പർ ഒന്നുമല്ല, ഞാൻ ഷബോൻ ഷാ ആണ്. എടോ, മനുഷ്യന് മനസ്സമാധാനമായിട്ട് തട്ടുകടയിട്ട് ജീവിക്കാൻ പോലും സമ്മതിക്കത്തില്ലടോ. താൻ ഇപ്പൊ പൊരിച്ച കുന്തിരിക്കത്തിനേക്കാൾ കൂടുതൽ കുന്തിരിക്ക ഇവിടെ ഇട്ട് പുകച്ചാലും ഷബോൻ ഷായുടെ തട്ടുകട താണ് തന്നെ ഇരിക്കും. എടോ, താനിപ്പോ ഒരു ചെറുക്കന്റെ കാര്യം പറഞ്ഞില്ലേ? എന്നെ ഈ അവസ്ഥയെ കൊണ്ടെത്തിച്ച് ആരാന്നറിയാവോ? ഒരു ഭീകരൻ. അവന്റെ അത്രയും വലിയ ചെറുക്കനൊന്നും അല്ലല്ലോ ഇപ്പൊ ആനയെ വരട്ടിയത്. അതൊക്കെ ഏതോ കൊച്ചു പിള്ളേരായിരിക്കും. ഇവിടെ ഇരിക്കുന്ന ഈ ബിജിക്കുട്ടൻ ചേട്ടനും നസീർക്കയൊക്കെ പണ്ട് സാക്ഷികളായി ഈ സംഭവത്തിന്. പിന്നെ ഞാൻ മര്യാദക്കൊരു വലിയ തറവാടും കരളിത്തറയൊക്കെ ആയിട്ട് ജീവിച്ചതാ.
അത് തെറ്റിപ്പോയി, ഇനി അതിനകത്ത് പിടിക്കാൻ നിൽക്കണ്ട. ആരും കേൾക്കണ്ട, ഞാൻ മാത്രമേ കേട്ടു. അതൊക്കെ ആയിട്ട് ഞാൻ ജീവിക്കുകയായിരുന്നു. ജീവിച്ചോണ്ടിരുന്ന സമയത്ത് ഇവന്റെ ഒരു അപ്പൂപ്പനുണ്ട്, ഒരു കൊക്ക്. അയാളാണ് ആദ്യം ഈ ചെറുക്കനെ എന്റെ തറവാട്ടിൽ കൊണ്ടുവന്നത്. പെട്ടെന്ന് തന്നെ നന്നാക്കി കൊടുക്കാന്നുള്ളൊരു അഹങ്കാരം എനിക്കും ഉണ്ടായിരുന്നു. ഒരു ദിവസം കൊണ്ട് അവൻ എന്റെ വീട് തിരിച്ചു വെച്ച് എന്നെ എടുത്ത് കറക്കി എറിഞ്ഞടോ. അത് കഴിഞ്ഞ് ഞാൻ നാട് വിട്ട് പോകുമായിരുന്നു. വീട് കൊടുത്തു. കുറെ വർഷങ്ങൾക്ക് ശേഷം പത്രത്തിൽ ഒരു പരസ്യം കണ്ടു. ഞാൻ വിചാരിച്ചത് വേറെ ഏതോ പയ്യനാന്ന്. വീണ്ടും ഞാൻ ചെന്ന് അവന്റെ വീട്ടിലാ കയറിയത്. അവിടെ വെച്ച് അവൻ എന്നെ പറപ്പിക്കല്ലായിരുന്നോ. അതോടുകൂടി ഞാൻ മടുത്തോ. പ്രേതത്തിനെ കണ്ടാ പോലും എനിക്ക് പേടിയില്ല. ചില രാത്രികളിൽ ഇവന്റെ മുഖം സ്വപ്നത്തിൽ തെളിയും. ഞെട്ടി ഞാൻ എഴുതേക്കും. ഇപ്പൊ ഞെട്ടലിന്റെ മരുന്ന് കഴിച്ചോണ്ടിരിക്കുക. പിന്നെ അതുകൊണ്ടേ ആ ചെറുക്കന്റെ അത്രയൊന്നും വലിപ്പമുള്ള ചെറുക്കനല്ലല്ലോ ഇത്. ഒരു കാര്യം ഞാൻ പറയാം, ഈ തട്ടുകട താനെടുത്തോ. ഇന്ന് രാത്രിക്ക് വണ്ടിക്ക് ഞാൻ ചൈനയിലേക്ക് പോവുക. അവിടെ എനിക്ക് ഒരുപാട് ശിഷ്യന്മാരുണ്ട്. അവിടെ എന്തെങ്കിലുമൊക്കെ കാണിച്ച് ഞാൻ ജീവിച്ചോളാം. ഉത്സവം നടത്താൻ പള്ളി പോയി പറഞ്ഞാ മതി. ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. ചാന്തപ്പൻ ഓടോ, ചാന്തപ്പൻ ഓടാ അവിടുന്ന്. ശബൻ ഷാ. സംഗതി ഏറ്റു. ഞങ്ങളെ കണ്ടും കേട്ടും അനുഭവിച്ചും അറിഞ്ഞ നാടിന്റെ നായകൻ ഇങ്ങനെ അല്ലായിരുന്നു. ചൈനയടക്കം 18 രാജ്യങ്ങളിൽ ശിഷ്യന്മാരുള്ള ഈ ധീര പോരാളി ഇങ്ങനെ അല്ലായിരുന്നു. കരാട്ടയും കളരിയും കുംഭും കൊണ്ട് മറ്റുള്ളവരുടെ കണ്ണീരൊപ്പുന്ന ഈ പ്രഗത്ഭനായ കുംഭു മാസ്റ്റർ ഇങ്ങനെ ആവരുതായിരുന്നു. ശബാൻ ഷാ. ഞങ്ങളുടെ സങ്കടങ്ങൾക്ക് കണ്ണീരൊപ്പാൻ വേണ്ടി എനിക്ക് മനസ്സിലായ ആനപ്പാപ്പാനെ, മനസ്സിലായി. ഉത്സവം മുടങ്ങില്ല ആനപ്പാപ്പാനെ, മുടങ്ങില്ല. ഇത് തന്നെ ഇവിടെ എത്തിച്ചത് വിധിയല്ല, ഇതെന്റെ നിയോഗം. എന്റെ പുറകെ വരിൻ, വരിൻ, വരിൻ. മറ്റേ ചെറുക്കൻ, മറ്റേ ചെറുക്കൻ, ഭഗവാന്. അവൻ വന്നു, അവൻ വന്നു. ഇവനാ 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 മുടക്കിയത്, ഇവനാ മുടക്കിയത്. എനിക്കിപ്പോ ആനവാൽ എന്റെ കയ്യിലില്ല. ആനവാലില്ല. മനെ, നിനക്ക് പനം പട്ട വേണോ? വേണ്ട. തെങ്ങോല വേണം? വേണ്ട. കൈതച്ചക്ക വേണോ? വേണ്ട. ഇതിലെന്തോ വേണേലും ഞാൻ തരാം. ആനവാലിപ്പോ എന്റെ കയ്യിലില്ല. എനിക്ക് ആനവാല് വേണം. നിനക്ക് ആനവാല് വേണമെങ്കിൽ രണ്ടാം പാപ്പാനോട് പോയി ചോദിടാ. അവന് കൊടിമരത്തിന്റെ മണ്ടക്ക് കയറിയിരിക്കുക. അവനെന്തൊരു കയറിപ്പോയി? ഞാനെടുത്തെറിഞ്ഞു. അയ്യോ, എനിക്ക് വേണം ആനവാല്. ആനവാലില്ല. അയ്യോ പാപ്പം കേടാ, പാപ്പം കേടാ. അയ്യോ പാപ്പം. ആവശ്യത്തിന് കുറച്ച് കഴിക്കാം. അവിടെ ഇരുന്ന് എന്താ പറ്റി? പെട്ടെന്നൊരു പനി പിടിച്ചടോ. എന്തോ കണ്ട് പേടിച്ചതാ. അയ്യോ, നിങ്ങൾക്ക് ആർക്കും പകരാതിരിക്കാനാണ് ഞാൻ മാസ്ക് വെച്ചേക്കുന്നത്. ഇങ്ങോട്ടൊന്ന് വന്നേ.
എന്തുവാ? തല പോയാലും ഷബോൻ ഷാ എന്നുള്ള പേര് വിളിക്കരുത്. എടോ, ഞാൻ നേരത്തെ പറഞ്ഞ ആ പൂതൻ ചെറുക്കനില്ലേ, ആ ഇരിക്കുന്നവനാണ്. ആ, ഇവനാ? അവന്റെ ഇവനാണേ വരുത്തിയത്. അപ്പൊ പിന്നെ ആനയെ നോക്കണ്ട, ഇവൻ കുടിച്ചിട്ട് കാണും. എടോ, ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ. അവന്റെ വിചാരം ഞാൻ അവന്റെ കളിപ്പാട്ടമെന്നാണ്. അതുപോലാണോ അവൻ എന്നെ ഇട്ട് കാണിക്കുന്നത്? എനിക്കിത് വേണ്ട, ഓംപ്ലേറ്റ് വേണം. ഓംപ്ലേറ്റ് ഓംപ്ലേറ്റ് ഈ മാമൻ ഉണ്ടാക്കി തരും. ഈ മാമന്റെ കട കണ്ടോ? ഓംപ്ലേറ്റ് തരാം മാമ. അയ്യോ, അതിനകത്ത് എരിവില്ല. ഞാൻ തിന്ന് കാണിച്ചു തരാം. എരിവില്ലെന്ന് എത്രയോ പ്രാവശ്യം പറയണം. മാസ്റ്റർ, എനിക്കിനി ആനമാല് വേണ്ട. എനിക്ക് എന്റെ സമൂസ കളിപ്പാട്ടം കിട്ടി. ഇതൂടെ 5-6 അടിച്ചിട്ടും പൊട്ടിയില്ലല്ലോ. ഇതെന്ത് പറ്റി കുഴപ്പം? അതെല്ലാം ഡ്യൂപ്ലിക്കേറ്റ് അടിച്ചോ. അവൻ എടുത്തോണ്ട് തന്ന ഒറിജിനൽ. ഞാൻ പറഞ്ഞില്ലേ പണി തുടങ്ങിയത്. ഓംപ്ലേറ്റ് ചോദിച്ചായിരുന്നോടോ? വൺ സൈഡ് ആണ്. ഞാൻ ചോദിച്ചില്ല. അപ്പൊ എനിക്കിട്ട് കിട്ടിയതാ. നീ ഒരുത്തനാണ് മനസ്സമാധാനമായിട്ട് ജീവിച്ചത്. എന്താ ഇത്? എന്താ ഇത്? അയ്യോ 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 അയ്യോ, ബോളല്ല ബോളല്ല ബോളല്ല. അയ്യോ കൊല്ലല്ലേ. ഊർക്കട്ടെ, ഉരുണ്ടുപോയി. അയ്യോ അയ്യോ ചപ്പാത്തി അയ്യോ അയ്യോ. ചൈനയടക്കം 18 രാജ്യങ്ങളിൽ ഓടി വായോ. എടാ അഹങ്കാരി, ഇത് കണ്ടാ നീ? ഈ ചട്ടകം ഈ കല്ലെ വെച്ച് ചൂടാക്കി നിന്റെ ചന്തിക്ക് ഞാൻ ചൈനയടക്കം 18 രാജ്യങ്ങളിൽ സമാധാനമായി. ചൈനയടക്കം
ഇന്ന് വിഷുവാണല്ലേടാ? അതെങ്ങനെ അറിയാം? നിലച്ചക്രവന്റെ തലയിലിട്ടാരോ കറക്കും. അയ്യോ ശബാൻ ഷാ, ഒന്നും പറഞ്ഞിട്ട് ഇനി ഒരു കാര്യമില്ല. തന്റെ കയ്യിൽ മാവേലിയുടെ നമ്പർ ഉണ്ടോടോ? എന്തിനാ? ഇനി ഇവനെ പേടിച്ച് ഞാൻ പോകാൻ ഒരു സ്ഥലമേ ഉള്ളു, പാതാളം. ഇത് ഞാൻ തിന്നോട്ടെ. അത് ഡമ്മിയാണ് ഇറക്കാം. അവൻ എന്തോന്ന് ഡെം. ശബാൻ ഷാ.